എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പുഡിംഗ് ഉണ്ടാക്കാനുള്ള ട്രേ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് വിടുക. അതിനുശേഷം ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കണം. പാൽ നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡിൽ സോക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതും ചൂടാക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളൊരു 5 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ഇതിനൊന്ന് ചെറുതാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പാലിലേക്ക് ഇതിനെ തട്ടി ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതേ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ആക്കി എടുക്കണം. ഇതിനെ ആദ്യം കുറച്ച് നേരം ഒന്ന് വെറുതെ വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് മെൽറ്റായി തുടങ്ങുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ കട്ടകളെല്ലാം ഉരുകി ഒരു ബ്രൗൺ കളറിലേക്ക് വരും. എല്ലാം മെൽറ്റായതിനു ശേഷം നമ്മളിതിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ തിളയ്ക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. കാരമൽ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രേയിലേക്ക് ഇത് ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബ്രെഡും പാലും കൂടെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് മുട്ട 2 പൊട്ടിച്ചൊഴിച്ച് ഒരു 5 ml വാനില എസൻസും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതിനെ മിക്സിയിലിട്ട് അടിക്കാവുന്നതാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ മാറാനാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കാരമൽ സെറ്റ് ചെയ്ത ട്രേയിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ പാകത്തിനായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അത്രയും ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതി. ശേഷം ഫോയിൽ ചുറ്റുക. നമ്മൾ നേരത്തെ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്ന ഇഡ്ഡലി ചെമ്പിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 35 മിനിറ്റിന് ശേഷം ഞാൻ ഈ ട്രേ എടുത്തിട്ടുണ്ട്. ഇത് വെന്തോന്നറിയാൻ കൊത്തി നോക്കാവുന്നതാണ്. അതിനുശേഷം ഇത് പുറത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. സൈഡെല്ലാം ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം വേണം തണുക്കാൻ മാറ്റി വയ്ക്കാൻ. അതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 2 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഈ പ്ലേറ്റിലേക്ക് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഇത്രയും നല്ലൊരു കാരമൽ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.